ഹലോ, വെൽക്കം ടു ജാൻബറീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചെറിയ ജീരകം, കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ബീഫ് നമുക്കൊന്ന് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. ഞാനിവിടെ മുളക് എരിവുള്ളത് കൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. ഞാനിവിടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി കുക്കായതിനു ശേഷം ഇതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. ഈ സമയത്ത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായി ക്രഷ് ചെയ്തെടുക്കാം. അത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് എഗ്ഗ് പൊട്ടിച്ചു കൊടുക്കാം. ഇതിനായിട്ട് 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എഗ്ഗ് പൊട്ടിച്ച് ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.